നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുവൈത്തിൽ ദുരന്തത്തിൽ മരിച്ച മലയാളികളെ തിരിച്ചറിഞ്ഞു. മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ നൽകും പ്രധാനമന്ത്രി. നവയുഗം സാംസ്കാരിക വേദി കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ വില്യാപ്പിള്ളിയും മീഡിയ കൺവീനർ ബെൻസി മോഹനും ലോക കേരള സഭയിലേക്ക് പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടു. കുതിച്ചുയർന്ന വിമാന നിരക്ക്. വൺ വേ ടിക്കറ്റിന് മാത്രം 1.5 ലക്ഷം രൂപ വരെ. പ്രവാസികൾക്ക് തിരിച്ചടി. കുവൈത്ത് ദുരന്തം. കണ്ണീരോർമ്മയായി ശ്രീഹരി. ജോലിക്കെത്തിയത് ദിവസങ്ങൾക്ക് മുൻപ്. UAEയിൽ ചുട്ടുപൊള്ളുന്ന വേനൽ. മുന്നറിയിപ്പുമായി അബുദാബി പോലീസ്. റെസിഡൻസി സേവനങ്ങൾക്കുള്ള ആമർ കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. സേഫ് ഡ്രൈവിംഗ് സ്റ്റാർസ്. 22 ഡ്രൈവർമാരെ ആദരിച്ച ദുബായ് പോലീസ്. കുവൈത്തിൽ ദുരന്തത്തിൽ മരിച്ച മലയാളികളെ തിരിച്ചറിഞ്ഞു. മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ നൽകും പ്രധാനമന്ത്രി. കുവൈത്തിൽ തൊഴിലാളി ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം 12ആയി. ഇന്നലെയുണ്ടായ ദുരന്തത്തിൽ 49 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അവരിൽ 40 ഇന്ത്യക്കാരാണ് ഉള്ളത്. ഇവരിൽ 12 പേർ മലയാളികളാണ്. മരിച്ച 10 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കാസർഗോഡ് സ്വദേശികളാണ് മരിച്ചത്. ഷമീർ, ലൂക്കോസ്, സാബു, സാജൻ ജോർജ് എന്നിവരാണ് മരിച്ച കൊല്ലം സ്വദേശികൾ. മുരളീധരൻ, ആകാശ്, ശശിധരൻ, സജു വർഗീസ്, തോമസ് സി ഉമ്മൻ എന്നിവർ പത്തനംതിട്ട സ്വദേശികളാണ്. കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു, മലപ്പുറം തിരൂർ സ്വദേശി നൂഹ്, കാസർഗോഡ് ചെർക്കള കുണ്ടടക്കം സ്വദേശി രഞ്ജിത്ത് എന്നിവരുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരിച്ചവരിൽ ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശിയുമെന്ന സ്ഥിരീകരണം പുറത്തുവന്നിട്ടുണ്ട്. ഇത്തിത്താനം ഇളങ്കാവ് ഭാഗത്ത് കിഴക്കേടത്ത് വീട്ടിൽ പ്രദീപ് ദീപ ദമ്പതികളുടെ മകൻ ശ്രീഹരി പ്രദീപാണ് മരിച്ചത്. കഴിഞ്ഞ ജൂൺ 5-നാണ് ശ്രീഹരി ജോലിക്കായി കുവൈറ്റിൽ എത്തിച്ചേർന്നത്. ഇയാളുടെ അച്ഛനും കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ശ്രീഹരി. 5 ആശുപത്രികളിലായിട്ടാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആശുപത്രിയിലുള്ള 9 പേരുടെ നില ഗുരുതരമായി തുടരുകയാണെന്ന റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട്. കുവൈത്ത് ദുരന്തം ചർച്ച ചെയ്യാൻ സംസ്ഥാനത്ത് ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നു. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ യോഗത്തിൽ ചർച്ചയായി. കേരളത്തെ കൂടി സഹകരിപ്പിച്ചുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് കേന്ദ്രം ചെയ്യുന്നതെന്നും അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പരമാവധി സഹായം എത്തിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു. മൃതദേഹങ്ങൾ വേഗം നാട്ടിലെത്തിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും ജോർജ് കുര്യൻ അറിയിച്ചു. പരിക്കേറ്റവരുടെ പുനരധിവാസത്തിനും സർക്കാർ ഇടപെടും. മൃതദേഹങ്ങൾ കഴിവതും വേഗം നാട്ടിലെത്തിക്കുമെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്. നവയുഗം സാംസ്കാരിക വേദി കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ വില്യാപ്പിള്ളിയും മീഡിയ കൺവീനർ ബെൻസി മോഹനും ലോക കേരള സഭയിലേക്ക് പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടു. ദമാമിൽ നവയുഗം സാംസ്കാരിക വേദി കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ വില്യപ്പിള്ളിയും മീഡിയ കൺവീനർ ബെൻസി മോഹനും ലോക കേരള സഭയിലേക്ക് പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജൂൺ 13 മുതൽ 15 വരെ തിരുവനന്തപുരത്താണ് ലോക കേരള സഭാ സമ്മേളനം അരങ്ങേറുന്നത്. സംസ്ഥാന സർക്കാരിൽ നിന്നും നവയുഗം സാംസ്കാരിക വേദിക്ക് ലഭിച്ച ഈ അംഗീകാരത്തിന് കേന്ദ്ര കമ്മിറ്റി നന്ദി പറഞ്ഞു. 2 സീനിയർ നേതാക്കളും കൃത്യമായി സമ്മേളനത്തിൽ മുഴുവൻ സമയവും പങ്കെടുക്കുകയും പ്രവാസികളുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കൂട്ടായി പരിശ്രമിക്കുമെന്നും നവയുഗം കേന്ദ്ര കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദമാം. കുതിച്ചുയർന്ന വിമാന നിരക്ക്. വൺ വേ ടിക്കറ്റിന് മാത്രം 1.5 ലക്ഷം രൂപ വരെ. പ്രവാസികൾക്ക് തിരിച്ചടി. അബുദാബിയിൽ പെരുന്നാൾ അവധി മറ്റന്നാൾ ആരംഭിക്കാനിരിക്കെ കുതിച്ചുകയറി വിമാന ടിക്കറ്റ് നിരക്ക്. കൊടും ചൂടിൽ നിന്ന് രക്ഷ തേടിയും കുടുംബത്തോടൊപ്പം നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാനും ഒരുങ്ങിയ പ്രവാസികൾക്കാണ് തിരിച്ചടിയായത്. നാട്ടിൽ ഉറ്റവരോടൊത്ത് പെരുന്നാൾ കൂടാൻ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ പോക്കറ്റ് കാലിയാകുമെന്ന ചുരുക്കം. 2 ആഴ്ച മുൻപ് 15,000 രൂപയ്ക്ക് ലഭിച്ചിരുന്ന വൺ വേ ടിക്കറ്റിന്റെ നിരക്ക് ഇപ്പോൾ 35,000 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഈടാക്കുന്നത്. ഇതനുസരിച്ച് 4-അംഗ കുടുംബത്തിന് നാട്ടിലെത്താൻ മാത്രം ലക്ഷങ്ങൾ വേണ്ടിവരും. നേരിട്ടുള്ള വിമാനങ്ങളിൽ പരിമിത സീറ്റ് മാത്രമേ ഈ നിരക്കിൽ ലഭിക്കൂ. യാത്രാ കണക്ഷൻ വിമാനങ്ങളിലാക്കിയാലും രക്ഷയില്ല. കൂടിയ ടിക്കറ്റ് നിരക്ക് കൊടുക്കുമെന്ന് മാത്രമല്ല 10-15 മണിക്കൂർ യാത്ര ചെയ്തു വേണം ലക്ഷ്യത്തിലെത്താൻ. ഇന്ത്യൻ വിമാന കമ്പനികളായ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, സ്പേസ് ജെറ്റ്, വിസ്താര തുടങ്ങിയ എയർലൈനുകളിൽ 50,000 രൂപയ്ക്കകത്ത് വൺ വേ ടിക്കറ്റ് ലഭിക്കും. എയർ ഇന്ത്യയ്ക്ക് പുറമെ എമിറേറ്റ്സ് എയർലൈൻ, ഇത്തിഹാദ് എയർവേസ് എന്നിവയുടെ നിരക്ക് 60,000 രൂപയ്ക്ക് മുകളിലാണ്. ഇതിൽ ചില വിദേശ എയർലൈനുകൾ വൺ വേക്ക് 1.5 ലക്ഷം രൂപ വരെ വൺ വേ ടിക്കറ്റിന് ഈടാക്കുന്നു.
വിവാഹത്തിന് ഈ മാസം 5 നാട്ടിലേക്ക് പോകാനായി ഇത്തിഹാദ് എയർവേസിൽ നേരത്തെ ടിക്കറ്റ് എടുത്തിരുന്ന തൃശൂർ പള്ളിക്കുളം സ്വദേശി താഹിറിന് അടിയന്തര കാരണങ്ങളാൽ യാത്ര ഇന്നലത്തേക്ക് മാറ്റേണ്ടി വന്നു. ടിക്കറ്റിനായി അധികം നൽകേണ്ടി വന്നത് 2000 ദിർഹമെന്ന് താഹിർ പറഞ്ഞു. തിരക്കേറിയ ഈ സമയത്തെ ടിക്കറ്റുകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുന്നതും വലിയ നഷ്ടമാണുണ്ടാകുന്നത്. നിലവിൽ കേരളത്തിൽ നിന്ന് UAE-യിലേക്ക് ടിക്കറ്റ് നിരക്ക് കുറവാണെങ്കിലും തിരിച്ചുപോകാൻ 5 ഇരട്ടി തുക വേണ്ടിവരുമെന്നതാണ് വെല്ലുവിളി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. കുവൈത്ത് ദുരന്തം കണ്ണീരോർമ്മയായി ശ്രീഹരി. ജോലിക്കെത്തിയത് ദിവസങ്ങൾക്ക് മുൻപ്. കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം 24ആയി. മലപ്പുറം തിരൂർ കൂട്ടായി സ്വദേശി കോതപ്പറമ്പ് കുപ്പൻ പുരയ്ക്കൽ നൂഹ്, മലപ്പുറം പുലാമന്തോൾ സ്വദേശി MP ബാഹുലയൻ, ചങ്ങനാശ്ശേരി ഇത്തിത്താനം ഇളങ്കാവ് ഭാഗത്ത് കിഴക്കേടത്ത് വീട്ടിൽ പ്രദീപ് ദീപ ദമ്പതികളുടെ മകൻ ശ്രീഹരി പ്രദീപ് എന്നിവരുടെ മരണമാണ് പുതുതായി സ്ഥിരീകരിച്ചത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ശ്രീഹരി ജൂൺ 5-നാണ് ജോലിക്കായി കുവൈത്തിലെത്തിയത്. മുൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന മരക്കാടത്ത് പറമ്പിൽ വേലായുധന്റെ മകനാണ് ബാഹുലയൻ. 5 വർഷത്തോളമായി ഇദ്ദേഹം കുവൈത്തിലാണ്. മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA ടെസ്റ്റ് നടത്തും. ഇന്നലെ പുലർച്ചെ 4:30-യോടെയുണ്ടായ ദുരന്തത്തിൽ ആകെ 49 പേരാണ് മരിച്ചത്. ചികിത്സയിലുള്ളവരിൽ 7 പേരുടെ നില ഗുരുതരമാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈത്ത്. UAE-യിൽ ചുട്ടുപൊള്ളുന്ന വേനൽ, മുന്നറിയിപ്പുമായി അബുദാബി പോലീസ്. ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് കുട്ടികളെ വാഹനത്തിൽ തനിച്ചിരുത്തി പോകരുതെന്ന് അബുദാബി പോലീസ്. ഓഗസ്റ്റ് 31 വരെ നടക്കുന്ന സുരക്ഷിത വേനൽ എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് മുന്നറിയിപ്പ്. വാഹനമോടിക്കുന്നവരും രക്ഷിതാക്കളും ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തണമെന്നും ആവശ്യപ്പെട്ടു. വേനൽക്കാലത്ത് അവധിക്ക് വിദേശത്തേക്ക് പോകുന്നവർ പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും ബാങ്കുകളിലോ നിലവറകളിലോ സൂക്ഷിക്കണം. വീടും വിലപ്പെട്ട വസ്തുക്കളും സുരക്ഷിതമാക്കാൻ പോലീസിന്റെ സ്മാർട്ട് സുരക്ഷാ അലാം സംവിധാനവുമായി സഹകരിക്കാം. വിവരങ്ങൾക്ക് 800-2626 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. റെസിഡൻസി സേവനങ്ങൾക്കുള്ള ആമർ കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ദുബായിൽ റെസിഡൻസി സേവനങ്ങൾക്കുള്ള ആമർ കേന്ദ്രങ്ങളുടെ എണ്ണം ദുബായിൽ വർദ്ധിപ്പിച്ചു. നിലവിൽ സെന്ററുകൾ 75 എണ്ണമായി വർദ്ധിച്ചുവെന്ന് ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അറിയിച്ചു. ഇതിൽ ഹോസ്പിറ്റാലിറ്റി സേവനങ്ങളടക്കം നൽകുന്ന 5 ലോഞ്ചുകളും ദുബായ് വിമാനത്താവളത്തിലെ 2 ശാഖകളും ഉൾപ്പെടും. വിവിധ സ്ഥലങ്ങളിൽ ഉപയോക്താക്കളുടെ ഇടപാടുകൾ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന ആമർ സെന്ററുകളുടെ സേവനങ്ങൾ വിപുലീകരിക്കുമെന്ന് റെഗുലർ സെന്ററുകളുടെ ഡയറക്ടർ മേജർ മർവാൻ മുഹമ്മദ് ബെൽസാഹബ് പറഞ്ഞു. 2023 അവസാനത്തോടെ സെന്ററുകളിലൂടെ നടപടി പൂർത്തിയാക്കിയ ഇടപാടുകളുടെ എണ്ണം 49,25,939 ആയിരുന്നു. വർഷം തോറും 21.3% വർധനവ്. അതിനൊപ്പം ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ 30 വരെയുള്ള കാലയളവിൽ 15,64,644 ഇടപാടുകളാണ് ആമർ കേന്ദ്രങ്ങൾ നടത്തിയതെന്ന് GDRFA വ്യക്തമാക്കി. ജോലിക്കുള്ള പുതിയ എൻട്രി പെർമിറ്റ്, താമസ വിസ, ഗോൾഡൻ വിസ, പുതിയ ഫ്രീ സോൺ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ, റെസിഡൻസി റദ്ദാക്കൽ, എക്സിറ്റ് പെർമിറ്റ് നൽകൽ, ഡിപ്പാർച്ചർ പെർമിറ്റ്, സന്ദർശനത്തിനുള്ള പുതിയ എൻട്രി പെർമിറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കുള്ള അപേക്ഷാ പരിഹാര കേന്ദ്രമാണ് ആമർ സെന്ററുകൾ. കൂടാതെ സാമ്പത്തിക വിനോദസഞ്ചാര വകുപ്പ്, മനുഷ്യവിഭവ സ്വദേശീവൽക്കരണ മന്ത്രാലയം, ദുബായ് മുനിസിപ്പാലിറ്റി തുടങ്ങിയ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുടെ സേവനങ്ങളും ഈ കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ദുബായിലെ ആമർ സെന്ററുകൾ GDRFA-യുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിനുള്ള സംവിധാനം ഡയറക്ടറേറ്റിനുണ്ട്. കേന്ദ്രങ്ങളുടെ പ്രവർത്തനം വിദൂരമായി നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും പൂർണ്ണ മേൽനോട്ടം വഹിക്കാനും GDRFA-ക്ക് സാധിക്കുന്നു. കൂടാതെ കേന്ദ്രങ്ങളുടെ പ്രകടനം അവലോകനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ GDRFA ഉദ്യോഗസ്ഥർ ആമർ സെന്ററുകളിൽ സന്ദർശനം നടത്തുന്നുണ്ട്. നിലവിൽ 893 സ്വദേശികൾ ആമർ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. സേഫ് ഡ്രൈവിംഗ് സ്റ്റാർസ്, 22 ഡ്രൈവർമാരെ ആദരിച്ച ദുബായ് പോലീസ്. ദുബായിൽ 3 വർഷത്തിനിടെ ഗതാഗത നിയമലംഘനം നടത്തുകയോ അപകടമുണ്ടാക്കുകയോ ചെയ്യാത്ത 22 ഡ്രൈവർമാരെ ദുബായ് പോലീസ് ആദരിച്ചു. സേഫ് ഡ്രൈവിംഗ് സ്റ്റാർസ് എന്ന പരിപാടിയുടെ ഭാഗമായാണ് ആദരിച്ചത്. വാഹനാപകടങ്ങളിൽ 40% കുറയ്ക്കാൻ ഈ സംരംഭം സഹായിച്ചതായി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് റെസ്ക്യൂ ഇൻഷുറൻസ് വകുപ്പ് ഡയറക്ടർ കേണൽ സമീറ അബ്ദുള്ള അൽ അലി പറഞ്ഞു. 3 വിഭാഗങ്ങളിലായി സുരക്ഷിത ഡ്രൈവിംഗ് നടത്തുന്ന 100-ലേറെ ആളുകളെ ആദരിക്കുമെന്നും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. UAE-യിലെ ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.